1100 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ ഓൺസൈറ്റ് 3D പ്രിന്റ് മിലിറ്ററി ബങ്കർ സ്ഥാപിച്ചത്? ലേ ലഡാക്ക്. ഏത് പ്രൊജക്റ്റിന് കീഴിലാണ് ആദ്യത്തെ ഓൺസൈറ്റ് 3D പ്രിന്റ് മിലിറ്ററി ബങ്കർ സ്ഥാപിച്ചത്? പ്രൊജക്ട് പ്രബൽ. നിർമ്മാതാക്കൾ IIT ഹൈദരാബാദ്, സിംപ്ലിഫോർജ് ക്രിയേഷൻസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകം? സംസ്കൃതി കാ 5വാ അധ്യായ്. കഴിഞ്ഞ എത്ര വർഷത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ എത്ര പ്രസംഗങ്ങളാണ് പുസ്തകത്തിലുള്ളത്? 10 വർഷത്തിനുള്ളിൽ നടത്തിയ 34 പ്രസംഗങ്ങൾ. ഐ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് 2024-25 കിരീടം നേടിയത്? ചർച്ചിൽ ബ്രദേഴ്സ് FC ഗോവ. എത്രാം തവണയാണ് ചർച്ചിൽ ബ്രദേഴ്സ് FC ഐ ലീഗ് കിരീടം നേടിയത്? 3-ാം തവണ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലത്തിന്റെ പേര്? ഹുവാജിയാങ് ഗ്രാൻഡ് കന്യാൻ പാലം, ചൈന. നദീനിരപ്പിൽ നിന്നും എത്ര അടി ഉയരത്തിലാണ് പാലം സ്ഥിതി ചെയ്യുന്നത്? 2051 അടി ഉയരത്തിൽ. 2025 ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്ത ഹൃദയ ചികിത്സാ വിദഗ്ധൻ? ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥാപിച്ച സംസ്ഥാനം? കാൽപ്പാക്കം, തമിഴ്നാട്. പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിന്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്? ഭാരതീയ നഭികീയ വിദ്യുത് നിഗം. ലോകത്തിന് ആദ്യമായി 10G ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് പരീക്ഷിച്ച രാജ്യം? ചൈന. 10G ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് സ്ഥാപിച്ചത്? ചൈന യൂണിക്കോൺ, ഹുവായ് എന്നീ കമ്പനികൾ സംയുക്തമായി. 2025 ഏപ്രിലിൽ അന്തരിച്ച ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാര്? ഫ്രാൻസിസ് മാർപ്പാപ്പ. ഫ്രാൻസിസ് മാർപ്പാപ്പ ജനിച്ചതെന്ന്? 1936 ഡിസംബർ 17. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേര്? ഹോപ്പ്. സംസ്ഥാനത്തുടനീളം വെഹിക്കിൾ ടു ഗ്രിഡ് സാങ്കേതിക വിദ്യ നടപ്പിലാക്കുന്നതിനുള്ള പൈലറ്റ് പദ്ധതിക്ക് കേരള സംസ്ഥാന വൈദ്യുതി ബോർഡുമായി സഹകരിക്കുന്ന സ്ഥാപനം? IIT ബോംബെ. ലോകത്തിലെ ഏറ്റവും ചെറിയ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മിക്കാനൊരുങ്ങുന്ന സ്ഥാപനം? IISc ബാംഗ്ലൂരു. അടുത്തിടെ ഇന്ത്യയിൽ അത്ലറ്റ് പാസ്പോർട്ട് മാനേജ്മെന്റ് യൂണിറ്റ് സ്ഥാപിതമായത്? ന്യൂഡൽഹി. 2025 ഏഷ്യൻ അണ്ടർ 18 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത്? ഹിമാൻഷു ചാക്കർ. 2025 ഏഷ്യൻ അണ്ടർ 18 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമതെത്തിയ രാജ്യം? ചൈന. ഇന്ത്യ 9-ാം സ്ഥാനത്ത്. 2025 IPL കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം? വൈഭവ് സൂര്യവംശി, രാജസ്ഥാൻ റോയൽസ്. ലോറസ് സ്പോർട്സ് അവാർഡ് 2025 മികച്ച പുരുഷ താരം? അർമാൻ ഡുപ്ലന്റിസ്, പോൾ വോൾ, സ്വീഡൻ. ലോറസ് സ്പോർട്സ് അവാർഡ് 2025 മികച്ച വനിതാ താരം? സിമോൺ ബെൽസ്, ജിംനാസ്റ്റിക്സ് USA. ലോറസ് സ്പോർട്സ് അവാർഡ് 2025 മികച്ച ടീം? റയൽ മാഡ്രിഡ് പുരുഷ ഫുട്ബോൾ ടീം.
ലോറ സ്പോർട്സ് അവാർഡ് 2025 മികച്ച ആക്ഷൻ സ്പോർട്സ് താരം. ടോം പിഡ്കോക്ക്, മൗണ്ടൻ ബൈക്കിംഗ് UK. ലോറ സ്പോർട്സ് അവാർഡ് 2025 മികച്ച തിരിച്ചുവരവ് നടത്തിയ താരങ്ങളുടെ പട്ടികയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ താരം. ഋഷഭ് പന്ത്. ലോറ സ്പോർട്സ് അവാർഡ് 2025 മികച്ച ബ്രേക്ക് ത്രൂ നടത്തിയ താരം. ലമീൻ യമാൽ, ഫുട്ബോൾ, സ്പെയിൻ. ലോറ സ്പോർട്സ് അവാർഡ് 2025 മികച്ച പാരാ അത്ലറ്റ്. യുയാൻ ജിയാങ്, പാരാ സ്വിമ്മിംഗ്, ചൈന. ലോറ സ്പോർട്സ് അവാർഡ് 2025 സ്പോർട്സ് ഫോർ ഗുഡ് അവാർഡ് ലഭിച്ചത്. കിക്ക് ഫോർ ലൈഫ്, ലെസ്തോയിലെ ഫുട്ബോൾ ക്ലബ്. ലോറ സ്പോർട്ടിംഗ് ഐക്കൺ അവാർഡ് ലഭിച്ചത്. റഫേൽ നദാൽ, ടെന്നീസ്, സ്പെയിൻ. ലോറസ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത്. കെല്ലി സ്ട്രേക്ടർ, സ്കർഫിംഗ്, USA. 2025 ഏപ്രിലിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരാക്രമണമുണ്ടായ ഇന്ത്യയിലെ പ്രദേശം. പഹൽഗാം, ആനന്ദ്നാഗ് ജില്ല. പഹൽഗാം പ്രദേശത്ത് വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരാക്രമണം നടന്നത് എന്ന്. 2025 ഏപ്രിൽ 22. കേരളത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയും. A. ജയതിലക്, നിലവിലെ കേരള ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി. നിലവിലെ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആരാണ്? ശാരദ മുരളീധരൻ. എണ്ണ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ കണ്ടെത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി. മിഷൻ അന്വേഷൺ. ലക്ഷ്യം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ വർദ്ധിപ്പിക്കുക. ആരെല്ലാം ചേർന്നാണ് മിഷൻ അന്വേഷൺ പദ്ധതിയിലൂടെ സർവേ നടത്തുന്നത്? കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ നൽകുന്ന ഹരിതോർജ ഉൽപാദന മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ച കേരളത്തിലെ വിമാനത്താവളം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. PM വിശ്വകർമ്മ പദ്ധതിക്ക് ബദലായി തമിഴ്നാട് സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. കലഞ്ഞർ കൈവിണൈ തിട്ടം. അടുത്തിടെ ചൊവ്വയുടെ പുരാതന കാർബൺ സൈക്കിളിനെ കുറിച്ച് നിർണായക തെളിവുകൾ ശേഖരിച്ച നാസയുടെ റോവറിന്റെ പേര്. ക്യൂരിയോസിറ്റി. ഡെസേർട്ട് ഫ്ലാങ്ക് 10ന്റെ വേദി എവിടെ? UAE. ഇന്ത്യയിൽ നിന്ന് MiG-29 ജാഗോർ വിമാനങ്ങൾ. ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയിൽ നിന്നും വാങ്ങുന്നതിനായി അടുത്തിടെ കരാർ ഒപ്പിട്ട രാജ്യം. വിയറ്റ്നാം. കേരളത്തിലെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെ? ശാസ്താംപാറ, തിരുവനന്തപുരം. 2025 ഏപ്രിലിൽ DAREയുടെ സെക്രട്ടറിയും ICARയുടെ ഡയറക്ടർ ജനറലുമായി നിയമിതനായ വ്യക്തി. മാംഗ്ലി ലാൽ ജാട്ട്. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ ടണൽ നിർമ്മിക്കപ്പെടുന്നത് എവിടെ? ഉത്തരാഖണ്ഡ്. നീളം 14.6 കിലോമീറ്റർ. അടുത്തിടെ നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച രാജ്യം. ചൈന. അമേരിക്കയിലേക്ക് ഇന്ത്യൻ മാതളത്തിന്റെ കൊമേഴ്ഷ്യൽ സീ ഷിപ്മെന്റ് സാധ്യമാക്കിയ സംസ്ഥാനമേത്? മഹാരാഷ്ട്ര. ഏത് സ്ഥാപനത്തിന്റെ സഹകരണത്തോടെയാണ് മഹാരാഷ്ട്ര അമേരിക്കയിലേക്ക് ഇന്ത്യൻ മാതളത്തിന്റെ കൊമേഴ്ഷ്യൽ ഷിപ്മെന്റ് സാധ്യമാക്കിയത്? APEDA
അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി. 2025 സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രിയിൽ ജേതാവായ താരം ഓസ്കാർ പി. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപേ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ ഇനി പുതിയ ക്വിസ് വീഡിയോസ് വരുമ്പോൾ അത് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം ഒട്ടും വേസ്റ്റ് ചെയ്യേണ്ട, നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം. 2025 ഏപ്രിലിൽ അന്തരിച്ച അർജന്റീന മുൻ ഗോൾ കീപ്പർ ഹ്യൂഗോ ഗാട്ടി. 2025 പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ മരവിപ്പിച്ച പാകിസ്ഥാനുമായുള്ള നദീജല കരാർ. സിന്ധു നദീജല രൂപീകരിച്ചത് 1960 സെപ്റ്റംബർ 19. സിന്ധു നദീജല കരാർ ഉടമ്പടിയിൽ ഒപ്പുവച്ചവർ ആരെല്ലാം? ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രി, അയൂബ് ഖാൻ പാകിസ്ഥാൻ പ്രസിഡന്റ്. നൂതന സുരക്ഷാ സംവിധാനമായ കൺവെർജ്ഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ഡിവിഷൻ മൈസൂരു ഡിവിഷൻ. കാർഷിക രംഗത്തെ ആധുനികവൽക്കരണവും വനിതാ കർഷകർക്ക് സുസ്ഥിര വരുമാന ലഭ്യതയും ലക്ഷ്യമിട്ട് കുടുംബശ്രീ മിഷൻ ആരംഭിച്ച പദ്ധതി കെ-ടാപ്പ് പദ്ധതി, കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം. സാമൂഹിക പരിഷ്കർത്താവ് സി കേശവന്റെ വെങ്കല പ്രതിമ സ്ഥാപിച്ചത് എവിടെ? കോഴഞ്ചേരി. സി കേശവൻ കോഴഞ്ചേരി പ്രസംഗം നടത്തിയതെന്ന്? 1935 മെയ് 11. എന്തിനെതിരെയാണ് സി കേശവൻ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത്? ഈഴവർക്കും മറ്റ് പിന്നാക്ക വിഭാഗക്കാർക്കും ആരാധനാ സ്വാതന്ത്ര്യവും വോട്ടവകാശവും സർക്കാർ ജോലിയും നിഷേധിച്ചതിനെതിരെ. ലോക പുസ്തക ദിനത്തോടനുബന്ധിച്ച് 2025 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരമേത്? റിയോ ഡി ജനീറോ. 2024-25 സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി? US. തുടർച്ചയായി എത്രാം തവണയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി US മാറുന്നത്? 4ാം തവണ. ലോകത്തിലെ ആദ്യ 3D പ്രിന്റ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ച രാജ്യം? ജപ്പാൻ. എത്ര മണിക്കൂർ എടുത്താണ് ജപ്പാൻ ലോകത്തിലെ ആദ്യ 3D പ്രിന്റ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചത്? 6 മണിക്കൂർ. 2ാം തവണയും സ്പേസ് ഡോക്കിംഗ് സാധ്യമാക്കിയ ISRO ദൗത്യം? സ്പേസ് ഡെക്സ്. എന്നാണ് സ്പേസ് ഡെക്സ് വിക്ഷേപിച്ചത്? 2024 ഡിസംബർ 30. സ്പേസ് ഡെക്സ് ആദ്യമായി സ്പേസ് ഡോക്കിംഗ് സാധ്യമാക്കിയത് എന്ന്? 2025 ജനുവരി 16. സ്പേസ് ഡെക്സ് സ്പേസ് അൺഡോക്കിംഗ് നടത്തിയതെന്ന്? 2025 മാർച്ച് 13. വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും ഓൺലൈനിലൂടെ വിൽക്കുവാനും വാങ്ങുവാനും ഓൺലൈൻ സ്റ്റോർ സജ്ജമാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? കേരളം. നേതൃത്വം നൽകുന്നത് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ്. വിസ്ഡൻ ക്രിക്കറ്റേഴ്സ് അൽമനാക് 2025 മെൻസ് ലീഡിംഗ് ക്രിക്കറ്റർ ഇൻ ദ വേൾഡ് പുരസ്കാരം ലഭിച്ചത്? ജസ്പ്രീത് ബുംറ. വിസ്ഡൻ ക്രിക്കറ്റേഴ്സ് അൽമനാക് 2025 വുമൻസ് ലീഡിംഗ് ക്രിക്കറ്റർ ഇൻ ദ വേൾഡ് പുരസ്കാരം ലഭിച്ചത്? സ്മൃതി മന്ദാന. ക്രിക്കറ്റേഴ്സ് ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹരായവർ?
ഗസ് അറ്റ്കിൻസൺ, ജമി സ്മിത്ത്, ലിയാം ഡോസൺ, ഡാൻ റോറൽ, സൂഫി എലിക്സ്റ്റോൺ. അടുത്തിടെ ഇന്ത്യയുടെ നിർദ്ദേശത്തെ തുടർന്ന് പ്ലേ സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട ചൈനീസ് ആപ്പ് അബ്ലോ. 2025 ഏപ്രിലിൽ അന്തരിച്ച മുൻ ISRO ചെയർമാൻ കൃഷ്ണസ്വാമി കസ്തൂരിരംഗൻ. ISROയുടെ എത്രാം ചെയർമാനായിരുന്നു അന്തരിച്ച കെ കസ്തൂരിരംഗൻ? 5ാമത്തെ ചെയർമാൻ. 1994 മുതൽ 2003 വരെ 2ാമത്തെ മലയാളി ചെയർമാൻ. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ വ്യോമസേന നടത്തിയ വ്യോമാഭ്യാസം. ആക്രമൺ. ഇന്ത്യൻ വ്യോമസേന നടത്തിയ വ്യോമാഭ്യാസത്തിൽ പങ്കെടുത്ത വിമാനങ്ങളേതെല്ലാം? ഇന്ത്യയുടെ റഫേൽ, സുഖോയ് വിമാനങ്ങൾ. 2025 ഏപ്രിലിൽ പാകിസ്ഥാൻ മരവിപ്പിച്ച ഇന്ത്യയുമായുള്ള സമാധാന കരാർ ഷിംല കരാർ. എന്ത് ലക്ഷ്യത്തോടെയാണ് ഇന്ത്യയും പാകിസ്ഥാനും ഷിംല കരാർ ഒപ്പിട്ടത്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കങ്ങൾ സമാധാനപരമായി ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കുക. ഷിംല കരാറിൽ ഒപ്പിട്ട നേതാക്കൾ ആരെല്ലാം? ഇന്ദിരാഗാന്ധി, സുൽഫിക്കർ അലി ഭൂട്ടോ. നാഷണൽ പഞ്ചായത്ത് അവാർഡ് 2025 ക്ലൈമറ്റ് ആക്ഷൻ സ്പെഷ്യൽ പഞ്ചായത്ത് അവാർഡിൽ 1ാം സ്ഥാനം നേടിയത് ദൗവ പഞ്ചായത്ത്, മഹാരാഷ്ട്ര. ആത്മനിർഭർ പഞ്ചായത്ത് സ്പെഷ്യൽ അവാർഡിൽ 1ാം സ്ഥാനം നേടിയത് മാൾ ഗ്രാമപഞ്ചായത്ത്, തെലങ്കാന. 2025 പഞ്ചായത്ത് ക്ഷമതാ നിർമ്മാൺ സർവോത്കം സംസ്ഥാൻ പുരസ്കാരം നേടിയ കേരളത്തിലെ ഏജൻസി കില, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. തുടർച്ചയായി എത്രാം വർഷമാണ് കില ഈ പുരസ്കാരം നേടിയത്? 2ാം വർഷം. അടുത്തിടെ സ്ത്രീ ശാസ്ത്രീകരണം ലക്ഷ്യമിട്ട് മഹിളാ സംവാദ് ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ബീഹാർ. 2025 ഏപ്രിലിൽ പിങ്ക് ഇ റിക്ഷ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. എത്ര മുതൽ എത്ര വയസ്സിനിടയിൽ പ്രായമുള്ള വനിതകൾക്ക് വേണ്ടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്? 20 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ. 2025 കാൻസ് ഫിലിം ഫെസ്റ്റിവലിന്റെ ഷോർട്ട് ഫിലിം കോർണറിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മലയാള ഹ്രസ്വചിത്രം വരത്തുപോക്ക്. സംവിധാനം ജിത്തു കൃഷ്ണൻ. അടുത്തിടെ മുഖ്യമന്ത്രി പ്രകാശനം ചെയ്ത 1ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ തെരഞ്ഞെടുത്ത ഡയറി കുറിപ്പുകളുടെ സമാഹാരം കുരുന്നെഴുത്തുകൾ. കുരുന്നെഴുത്തുകൾ എന്ന ഡയറി കുറിപ്പുകളുടെ സമാഹാരത്തിന്റെ എഡിറ്റർ ആര്? വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ. മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത മന്ത്രി ശ്രീ സർബാനന്ദ സോനോവാൾ. അടുത്തിടെ ഇക്കോടൗൺ സ്ഥാപിക്കുന്നതിനായി ജാപ്പനീസ് കമ്പനികളുമായി കരാർ ഒപ്പുവെച്ച സംസ്ഥാന സർക്കാർ തെലങ്കാന. തദ്ദേശീയ മേഖലയിലെ കുട്ടികൾക്കും യുവജനങ്ങൾക്കുമായി കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന ഭാഷാ നൈപുണ്യ വികസന പദ്ധതി കമ്മ്യൂണിക്കോർ. 2025 ഏപ്രിലിൽ കേരള ഹൈക്കോടതി ജഡ്ജിയായി ചുമതലയേറ്റത്
സുശ്രുത് അരവിന്ദ് ധർമാധികാരിക്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ACEMU ട്രെയിൻ സർവീസ് നടത്തുന്നത് എവിടെ? ചെന്നൈ ബീച്ച് മുതൽ ചെങ്കൽപ്പെട്ടു വരെ. അടുത്തിടെ ഇന്ത്യൻ നാവികസേന നവീകരണം പൂർത്തിയാക്കിയ മാലിദ്വീപ് കപ്പൽ? ഹുറാവേ. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിന്റെ രജത ജൂബിലി പതിപ്പിൽ ആദരിക്കപ്പെടുന്ന പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ്? ശ്യാം ബനഗൽ. പ്രഥമ നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ ത്രോ മത്സരം 2025 വേദി? ബംഗളൂരു. പൂനെ ഫിഡെ വനിതാ ഗ്രാൻഡ് പ്രീ ചെസ് 2025 ജേതാവായത്? കൊനേരു ഹംപി. 2025 പെറുവിൽ നടന്ന ISSF വേൾഡ് കപ്പിന്റെ മെഡൽ ടേബിളിൽ ഒന്നാമതുള്ളത്? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ പഠിപ്പി.